എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 5 ഒക്ടോബർ 2025. ഇന്ന് മല്ലുമല്ലൻ വീഡിയോയുടെ വിഷയം സമൂഹത്തിൽ 2 തരം മനുഷ്യർ. നമ്മൾ സമൂഹത്തെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാനവ സമൂഹത്തിൽ 2 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാം. ഒന്ന് ഓവർ സ്മാർട്ട്, 2 ബിലോ സ്മാർട്ട്. ഈ ഓവർ സ്മാർട്ടുകാർ ബിലോ സ്മാർട്ടുകാരെ ചൂഷണം ചെയ്യുക. ഓക്കെ, നമുക്കതിനെ എ കാറ്റഗറി, നമ്പർ 1 പീപ്പിൾ, ബി കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ഈ വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് കഴുതകളും കുറച്ച് പേര് കുതിരകളും. കുതിരകൾ കഴുതകളുടെ തലയിൽ ചവിട്ടിക്കയറി മുകളിലോട്ട് കയറാൻ നോക്കുമ്പം കുതിര ഈ ചുമടെടുക്കുന്ന ബുദ്ധിയില്ലാത്ത നമ്മുടെ ഒരു ജീവിയായിട്ട് കാണുന്ന ആ കഴുതയെ പോലുള്ളവർ സഹിപ്പിച്ച് കഴുതയ്ക്ക് തല വെച്ച് കൊടുത്ത് മഹാബലിമാരായിട്ട് ഇത് ചെയ്യുമ്പം വാമനന്മാരായിട്ടുള്ളവർ സമൂഹത്തിൽ വിജയം നേടുക ചെയ്യുന്നത്. ഓക്കെ, അവർ സമൂഹത്തെ മെക്കിട്ട് കയറി മുന്നോട്ട് പോകുമ്പോൾ ബി കാറ്റഗറിയിലുള്ളവർ സമൂഹത്തിൽ സുല്ല് പറഞ്ഞ് വിട പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ ബി കാറ്റഗറിക്കാർക്ക് ഇന്നത്തെ സമൂഹത്തിൻ്റെ വളർച്ച, ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് അത്ര ഇഷ്ടമല്ല. കാരണം അവരുടെ കാൽക്കുലേഷനിലുള്ള മനുഷ്യ സമൂഹം ഇന്ന് പല രീതിയിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻ്ററി പ്ലഷേഴ്സും വളർച്ചയും സുഖസൗകര്യങ്ങൾ അവർക്ക് ആസ്വദിക്കാനായിട്ട് അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്നാൽ ഇത് കൂടുതൽ സൗകര്യം വരട്ടെ, ഞങ്ങൾക്ക് ഇവിടെ അടിച്ചു പൊളിക്കണം എന്ന് കരുതുന്നവർ ഇന്ന് അങ്ങനെ മുന്നോട്ട് കയറി പോവുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ആദ്യത്തെ കാറ്റഗറിയിലുള്ളവർ വിധിയുടെ രക്തസാക്ഷികളാകുമ്പം രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവർ വധിക്കുന്ന ആരാച്ചന്മാരാണ് ആകുക. ഓക്കെ, ഞാൻ ശാന്തരൂപതയ്ക്ക് വേണ്ടി പള്ളിയിൽ അച്ഛനായപ്പം ഇറക്കിയ കടുകുമണിയിലൊരു കവിത ഇങ്ങനെയാണ്: നമ്മുടെ തലയിൽ നമ്മൾ എഴുതുന്ന വരയാണ് നമ്മുടെ തലവര. ഓക്കെ, അപ്പം ബിഹേവിയറിസ്റ്റ് പറയുന്നുണ്ട്, എനിക്കൊരു കൊച്ചിന് തരൂ, ഞാൻ നിങ്ങൾക്ക് എന്തായി തീരണം അത് ഞാൻ ആക്കിത്തരാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയും തളർച്ചയും നമ്മുടെ കയ്യിലാണ്. ജീവിതത്തിൻ്റെ വിജയം പരാജയം നമ്മുടെ കയ്യിലാണ്. ഓക്കെ, അതിനെ സ്വർഗ്ഗാക്കുന്ന നരകാക്കുന്നത് നമ്മുടെ കയ്യിലാണ്. ഓക്കെ, ഇപ്പോൾ ചിലർ പറയും നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ രാശി, നിങ്ങളുടെ നാള് ഒരു കുഴപ്പമില്ല, നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്യും. ഓക്കെ, പിന്നെ ഭാവി നമ്മുടെ ജീവിക്കാനുള്ള ഒരു ഉപാധി കണ്ട് നമ്മൾ അതിനെ സക്സസ് ആക്കുന്നത് നമ്മുടെ വിജയരഹസ്യം. ഓക്കെ, ഇപ്പം ഇന്ന് കുടുംബത്തിൻ്റെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എ കാറ്റഗറിയും ബി കാറ്റഗറിക്കാരും ആയി പാർട്ട്നേഴ്സ് മാറുമ്പോൾ അവരുടെ കുടുംബം വലിയൊരു നരകമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ബി കാറ്റഗറിയിലുള്ള പാർട്ട്ണർ മിക്കതും നേരത്തെ മരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, എന്നാൽ എ കാറ്റഗറിയിലുള്ളവർ അവരെ മെക്കിട്ട് കയറി മുന്നോട്ട് പോകാനും മക്കളെ കയ്യിലെടുക്കാനും ഒക്കെ അവർ നിയന്ത്രിക്കാനൊക്കെ നോക്കുന്ന ഒരു അവസ്ഥയാണ് കാണുക. ഓക്കെ, ഇപ്പം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും അപകർഷതാബോധവും എന്നാൽ ഉയർച്ചാബോധവും ഉള്ള പാർട്ട്നേഴ്സാണെങ്കിൽ അവർ സംഭവ ജീവിതത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നടക്കും. എന്നാൽ ഈ എ കാറ്റഗറിയും ബി കാറ്റഗറിയും ഉള്ളവർ അവരുടെ ജീവിതത്തിൽ വളർച്ച അങ്ങനെ മൊത്തത്തിൽ പോകുന്ന ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, കുടിയന്മാർക്കുള്ളൊരു മെസ്സേജാണ്: യു വാണ്ട് ടു ബി ഗോഡ് ഓർ ഡോഗ്. 10 പേരുടെ കൂടെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഈ കുടിയന്മാരുടെ വീട്ടുകാർ അവർ മരിക്കുമ്പോഴും വീട്ടിലെ പ്രശ്നം ഉണ്ടാകും, നമ്മളെ കാർക്കിച്ച് തുപ്പി ഒരു പട്ടിയെപ്പോലെ ട്രീറ്റ് ചെയ്യും. എന്നാൽ നമ്മൾ കുടി മാറ്റാനായിട്ട് 10 പേരെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ഭഗവാന്മാരാണ്. ഇത് മുകളിലുള്ള ഭഗവാനല്ല, ഭൂമിയിലുള്ള പ്രാവർത്തിക ഭഗവാൻ. ഞാൻ 1800 സ്കൂളുകളിൽ സേവന മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു തത്വമാണ്: ഇന്ന് മൃഗങ്ങൾ മനുഷ്യരെക്കാളും നല്ലവരാണ്. ഓക്കെ, അപ്പം ഇന്ന് ആ ഒരു അവസ്ഥയിൽ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വളർച്ചയാണ്. ഓക്കെ, ഞാൻ അവരെ കൊണ്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ അവർ പറയും ഇന്ന് നമ്മൾ ഒത്തിരി വളർന്നിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൃഗത്തിൻ്റെ അവരുടെ കഴിവും കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവരെക്കാളും മനുഷ്യരെക്കാളും എത്രയോ ഉന്നതിയിലാണ്
സമൂഹ ജീവിതത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ എത്ര സമൂഹ ജീവിതം ആസ്വദിക്കുന്നൊരു കൂട്ടരാണ് മൃഗങ്ങൾ. ഓക്കെ, ഇതെല്ലാം പറഞ്ഞ് അവരെ കൊണ്ട് അങ്ങനെ ഒരു ബോധോദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, ഇപ്പം ഇന്ന് ജീവിതം നരകമായിട്ടുള്ള കുടുംബങ്ങളിലെ മക്കൾക്ക് കല്യാണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവർ മിക്കവരും ഇന്ന് കല്യാണം കഴിക്കേണ്ടെന്നൊരവസ്ഥ എന്നുള്ളത് അവർ കണ്ടിട്ടുള്ള കുടുംബജീവിതം നരകമായിട്ട് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ച് വേറൊരു നരകത്തിന് എന്തിനുണ്ടാക്കുന്നത് എന്നുള്ളൊരു സുല്ല് പറച്ചിലിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ വലിയൊരു ഉപദേശം, നമുക്ക് ജീവിക്കാനുള്ള അവകാശ അധികാരം നമുക്കുണ്ട്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ സുല്ല് പറഞ്ഞ് രക്തസാക്ഷികളെല്ലാം ആകണ്ടേ നമ്മൾ വിജയിച്ച് മുന്നേറണം. ഓക്കെ, ഇപ്പം പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളിൽ ഉത്തരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുമില്ല. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുക, അത് മുന്നോട്ട് പോകാനുള്ള ഒരു ഉപാധിയായിട്ട് എടുക്കുക. ഓക്കെ, ലൈഫ് ഈസ് എ ഗെയിം, പ്ലേ ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് എ വാർ, വി ഷുഡ് കോൺകർ ഇറ്റ്. ഓക്കെ, അത് നമ്മൾ പൊരുതി നേടിയെടുക്കേണ്ട ഒരു ഇതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതം നമ്മുടെ കയ്യിൽ വിജയത്തോടു കൂടെ ഇരിക്കുന്നത് കാണാം. ഓക്കെ, നമ്മളും സന്തോഷിക്കും, മറ്റുള്ളവരെ സന്തോഷിക്കും. ഓക്കെ, ഇപ്പം സമാധാനം നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് സമൂഹം തരണമെന്നില്ല, നമ്മളത് ചോദിച്ചു വാങ്ങുക. ഓക്കെ, ബൈബിൾ കർത്താവ് പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകത്തിന് തരാനും കഴിയില്ല, ലോകത്തിന് നിങ്ങളിൽ നിന്ന് എടുക്കാനുള്ള കഴിയത്തില്ല. അപ്പം ആ അനശ്വരമായ സമാധാനത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ കരുവാക്കാം. കുരുതി കൊടുക്കരുത്, ഒരിക്കലും കുരുതി കൊടുക്കരുത്. ഈ രണ്ട് വഴിയിൽ നമ്മൾ ഓവർ സ്മാർട്ടായില്ലെങ്കിലും ബിലോ സ്മാർട്ടായിട്ട് വിധിയുടെ വധത്തിൻ്റെ പുറകെ പോവാതെ നമ്മളാലാവുന്ന രീതിയിൽ നമുക്ക് പയറ്റി നമ്മുടെ ജീവിതത്തെ വിജയപൂർണ്ണമായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയണം. അതിനായിട്ട് ഭഗവാൻ നമ്മളെ കൂടുതൽ വിവരം വയ്ക്കുന്ന വീഡിയോകൾക്ക് സേവാ സമാജ് ഇന്ത്യ യൂട്യൂബിൽ പോവുക, കാണുക, ഷെയർ ചെയ്യുക. താങ്ക് യു.